ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ആയിട്ട് ഫോളോസ് തരുന്ന ഒരു വെബ്സൈറ്റാണ്. എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണേ, ഫുള്ളായിട്ട് കാണണേ. പിന്നെ ഇതെൻ്റെ ചാനലാണ്, അമൽ കൃഷ്ണൻ എന്നാണ് എൻ്റെ പേര്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ 25,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ഫ്രീ ഫോളോവേഴ്സ് അങ്ങനത്തെ വീഡിയോകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾ കിട്ടാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഫ്രീ ഫോളോസ് കിട്ടുന്ന സൈറ്റ് പരിചയപ്പെട്ടാലോ? അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ അക്കൗണ്ടിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വല്ലതും വരുമോ ഈ സൈറ്റൊക്കെ ഉപയോഗിച്ച് ഫോളോസ് കിട്ടിയാൽ? നമ്മുടെ അക്കൗണ്ടിനൊന്നും ഒരു പ്രോബ്ലം വരത്തില്ല. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് നമ്മൾ എങ്ങും പാസ്വേഡ് അടിച്ചൊന്നും ലോഗിൻ ആക്കുന്നില്ല. നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടായോ? അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇല്ലേ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഞാൻ എന്ത് ചെയ്ത് ഈ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പേജിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ചെറിയൊരു കാര്യമുണ്ട്. മച്ചാന്മാരെ, ഞാൻ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ആളുകൾക്ക് മലയാളി ഫോളോവർ ജസ്റ്റ് ഈ വീഡിയോയിൽ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റ് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തി തരാം. അതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ കാണാൻ സാധിക്കും, താഴെ ഒരു പോസ്റ്ററുണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കേരള ഫോളോവേഴ്സ് പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിൽ പോയി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, പുതിയതായിട്ട് തുടങ്ങിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പൈസയ്ക്ക് നമ്മൾ മലയാളി ഫോളോവേഴ്സ് ചെയ്ത് തരും. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കേരള ഫോളോവേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പോസ്റ്ററിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സാപ്പിൽ വരാം. ഞാൻ തന്നെ തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. സോ ഞാനല്ല ഇതിൽ മെസ്സേജ് ചെയ്യുന്നത്, എൻ്റെ സ്റ്റാഫാണ്. അതുകൊണ്ട് തന്നെ പൈസ കൊടുത്ത് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക. അല്ലാത്ത ഫ്രീ ഫോളോവേഴ്സൊന്നും ഇതിൽ മെസ്സേജ് ചെയ്താൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. ഓക്കെ, ഇതിൽ പെയ്ഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, മലയാളി ഫോളോവേഴ്സ് പെയ്ഡായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ 1000 കേരള ഫോളോവേഴ്സ് 500 രൂപയ്ക്കാണ് വരുന്നത്. റേറ്റ് അത്രയും വരുന്നതിൻ്റെ കാരണം ഇത് റിയൽ മലയാളി ഫോളോവേഴ്സ് ആയതുകൊണ്ടാണ്. നിങ്ങളിടുന്ന പോസ്റ്റിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കേരള ഫോളോവേഴ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന സൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ വന്നിട്ട് ഓപ്പൺ വെബ്സൈറ്റ് എന്നുള്ള ബ്ലാക്ക് ബട്ടൺ ഉണ്ട് മേളിൽ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മൾ യൂട്യൂബിലേക്ക് വരും. സോ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ തൊട്ട് സൈഡിൽ വരുന്ന ബെൽ നോട്ടിഫിക്കേഷനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം താഴെ 2 ചാനലുണ്ട്, അത് 2 സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ യൂട്യൂബ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ ക്രോമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഗോ ടു വെബ്സൈറ്റ് എന്നുണ്ട്, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എനിക്ക് ഈ വെബ്സൈറ്റിൽ ചില ഭാഗങ്ങളൊക്കെ ബ്ലറാക്കേണ്ടതായിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം ലോഗോ കാണിക്കാൻ പറ്റില്ല. ലോഗോ കാണിച്ചാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും, അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്ന പ്രൂഫും കാണിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഇത് കാണിക്കേണ്ടി വരത്തില്ല. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങളങ്ങ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇവിടെ ഒരു ജി വെച്ച് എഴുതിയിരിക്കുന്നുണ്ട്. ഇത് തുർക്കി ഭാഷയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ നീല ബട്ടൺ ഉണ്ടല്ലോ, ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരുന്നതായിരിക്കും. ഇവിടെ വന്നിട്ട് നിങ്ങൾ സെലക്ട് ലാംഗ്വേജ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് ഇംഗ്ലീഷിൽ ആക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ അത് ചെയ്യുകയാണ്. നമ്മളിവിടെ ഇംഗ്ലീഷ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ 2 ബോക്സ് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഒരു ബോക്സ് ഉണ്ട് ആൻഡ് രണ്ടാമതൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നിങ്ങളുടെ ഇവിടെ നിങ്ങൾ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും കൊണ്ട് ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യരുത് കേട്ടോ. ഇതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതൊരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, ഫേക്ക് അക്കൗണ്ട് അങ്ങനെ ഇൻസ്റ്റ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ട് ഒരു ഇമെയിൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ജിമെയിൽ വെച്ചിട്ട് കേട്ടോ, ഫോണിലുള്ള ജിമെയിൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഫസ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുക, താഴത്തെ ബോക്സിൽ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം ഒന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ ഫേക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, ശേഷം നമ്മൾ ഏറ്റവും താഴെ തന്നെ കാണുന്ന ലോഗിൻ എന്നുള്ള നീല ബട്ടൺ അമർത്തി കൊടുക്കുക. ഓക്കെ,
നീല ബട്ടൺ അമർത്തിയതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ആകാൻ വേണ്ടിയിട്ട്. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഒറിജിനൽ അക്കൗണ്ടിൽ ഫോളോസ് കൂട്ടാൻ പറ്റും കേട്ടോ, കാണിച്ചു തരാം. മച്ചന്മാരെ അപ്പോൾ ആ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 210 കാണാൻ സാധിക്കും. ആ ഒരു 210 ഒരു ഫോളോസിൻ്റെ ഐക്കണല്ലേ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ലോഡായി ആ ഹോം പേജിലേക്ക് വരും. ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. എന്നിട്ട് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ഒരു ബോക്സിൽ ഫോളോവേഴ്സിൻ്റെ കൂട്ടേണ്ട അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം, നിങ്ങൾക്ക് ഏത് ഒറിജിനൽ അക്കൗണ്ടിലേക്കല്ലേ ഫോളോസ് കിട്ടേണ്ടത്, ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം വ്യക്തമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോളോസ് കയറണമെങ്കിൽ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇൻസ്റ്റഗ്രാമിൽ ഫ്ലാഗ് റിവ്യൂ ഓഫ് ആക്കണം. പേടിക്കണ്ട, ചെറിയ സംഭവമാണ്. ഫ്ലാഗ് റിവ്യൂ എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്ലാഗ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ കൊടുത്തേക്കാം. അത് കണ്ടുകൊണ്ട് ഇൻസ്റ്റയിൽ ഫ്ലാഗ് റിവ്യൂ ഓഫ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം കേട്ടോ. പിന്നെ യൂസർ നെയിം വ്യക്തമായിട്ട് മേളിൽ എൻ്റർ ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഒരു ഹോം പേജിലേക്ക് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ 50 കാണാൻ സാധിക്കും. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ പ്രൊഫൈൽ ഐക്കണൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ ഐക്കൺ വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ യൂസർ നെയിം കറക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ വരും, നിങ്ങളുടെ ഇൻസ്റ്റയുടെ. അപ്പോൾ ഞാനിവിടെ 50 കൊടുത്തിരിക്കുന്നത്. 50 നമുക്ക് കൂട്ടാൻ പറ്റുക. ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് താപ്പോട്ട് നീക്കി വരികയാണെങ്കിൽ ഇവിടെ ഒരു ടൈമറുണ്ട്. ഈ ഒരു ടൈമർ 0 ആകുമ്പോഴത്തേക്കും ഇവിടെ കൃത്യം 50 ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമെന്നാണ് സൈറ്റ് പറയുന്നത്. പക്ഷേ നമുക്ക് 50 ഫോളോവേഴ്സ് തന്നെ കിട്ടണമെന്നില്ല. ചില സമയങ്ങളിൽ 25, 30, 20, 15, 18 അങ്ങനെയൊക്കെ കിട്ടും. അത് ഈ സൈറ്റിൽ എത്രത്തോളം ആൾക്കാർ ഉപയോഗിക്കുന്നതനുസരിച്ചാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ ഫ്രീ ആയിട്ട് ധാരാളം ഫോളോവേഴ്സ് കാര്യങ്ങളും എല്ലാം കൂട്ടാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളി ഫോളോവേഴ്സ് ആർക്കെങ്കിലും, ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്, മലയാളി ഫോളോവേഴ്സ് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോസ്റ്റർ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. 1000 മലയാളി ഫോളോവേഴ്സ് 500 രൂപയാണ്. റേറ്റ് അത്രയും വരുന്നതിൻ്റെ കാര്യം റിയൽ കേരള ഫോളോസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നല്ല മികച്ച വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ വരാം. എൻ്റെ മച്ചാന്മാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. അപ്പോൾ ബൈ ഗായ്സ്.